ഹരി പറ. അതെ ചേട്ടാ, ഈ ഹോസ്പിറ്റലിലെ ചികിത്സ ശരിയാവില്ല കേട്ടോ. എന്താടാ, എന്തു പറ്റി? ഇവിടുത്തെ സ്വാമീച്ചനുണ്ടല്ലോ, ആ നരച്ച താടി വെച്ച കളവൻ, ദേ അവനെ ഞാൻ എടുത്ത് ചെവരി ചേർക്കും. ഈ കാര്യം എന്താന്ന് പറടാ. എന്താ പ്രശ്നം? അയാള് പല സമയത്തും പലതാ പറയുന്നത്. നമുക്ക് ഋഷിയെയും അവളെയും ഇവിടെ നിന്ന് മാറ്റിയാലോ? എന്തിനു മാറ്റണം? കാരണം എന്താന്ന് വ്യക്തമായി പറയ്. എന്റെ ചേട്ടാ, ഇവിടെ ആകെ പ്രശ്നമാ. ഇനി ഇവിടെ കിടത്തിയ ഋഷിയെ ചിലപ്പോ ജീവനോടെ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത്? ചേട്ടാ, അതെ, കുറച്ചുമ്പ് ഋഷിക്ക് ഫിക്സ് വന്ന കാര്യം ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. എടാ, അത് മരുന്ന് കൊടുത്ത് ഭേദമാക്കിയതല്ലേ, വീണ്ടും വന്നോ? ഫിക്സ് അല്ല, ശ്വാസം മുട്ടലാ വന്നത്. ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ ഇവിടെ കിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തുകയായിരുന്നു. അയ്യോ, എന്നിട്ട്? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഋഷിയുടെ വെപ്രാളം കണ്ടിട്ട് ഞാനും ഗോപിയേയും കൂടി ബഹളം വെച്ചു. അത് കണ്ട് സ്വാമിയച്ഛൻ വന്നു. അതെ, അയാൾ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ആരെങ്കിലും മരുന്നുമാരെ കൊടുത്താണോന്ന്. എന്റെ പൊന്നു ചേട്ടാ, അയാളാ മരുന്ന് കൊടുത്തിട്ട് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് സമയമായപ്പോഴാ ഋഷിക്ക് ശ്വാസതടസ്സം ഉണ്ടായത്. ഈ ശ്വാസതടസ്സം ഋഷിക്ക് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചപ്പോ അയാൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അയാൾക്കത് അറിയില്ല. ശ്വാസതടസ്സം ഉണ്ടായാൽ സൂക്ഷിക്കണമെന്ന് മാത്രം അയാൾ എന്നോട് പറഞ്ഞു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ദേ, ഒരു കാര്യം മാത്രം ഞാൻ തറപ്പിച്ച് പറയാം. ഋഷിയെ ഇവിടുന്ന് വേറെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാറ്റിയേ തീരൂ. ഹരിദാസ്, ചേട്ടാ, ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അല്ല, അവനിപ്പോ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നേ? അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ സ്വാമിയച്ഛനെ വിളിച്ചിരുന്നു. ഹരിദാസ് വെപ്രാളപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു. മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടുണ്ടായ ശ്വാസതടസ്സമാണെന്നും അത് മാറിയിട്ടുണ്ടെന്നും പേടിക്കാനൊന്നുമില്ലെന്നും സ്വാമിയച്ഛൻ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനാകുക. ടെൻഷന്റെ യാതൊരു ആവശ്യമില്ലെന്ന് സ്വാമിയച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാനാ? നിനക്ക് മനസ്സമാധാനം ഉണ്ടോ? എനിക്കും ടെൻഷൻ മാറിയിട്ടൊന്നുമില്ല. ഇതെല്ലാം ഗോപികയുടെ ജാതകദോഷത്തിന്റെ ഫലമാണ്. സുഖപ്പെട്ടു വന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അത് നമ്മളെ തീരുമാനം വച്ച് വൈകിക്കുന്നതുകൊണ്ടാ. ദേവികയുടെ വീട്ടുകാര് വിവാഹത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഗോപിക കൂടെയുണ്ടെങ്കിൽ ഋഷിക്ക് ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയാണ്, ആ പേടി എനിക്കുണ്ട്. ഇത്രയും ദിവസം സമയം കൊടുത്തിട്ടും അവരൊരു മറുപടി പറയാത്ത സ്ഥിതിക്ക് ഇനി നമ്മള് അവരുടെ മറുപടി പ്രതീക്ഷിക്കണ്ട. ഡിവോഴ്സ് നടത്തണം. നമുക്ക് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരുടെ ഡിവോഴ്സ് നടത്താം. ഈ സാഹചര്യം അവരുണ്ടാക്കിയതല്ലേ? ഡിവോഴ്സ് നടക്കട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയോ ഗോപികയോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ അവരോട് കാണിക്കുന്നത്? എന്റെ കുടുംബത്തിന്റെ നന്മ എനിക്ക് നോക്കിയേ പറ്റൂ. തീരുമാനം എന്താണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. ദേവിയുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങളുടെ ചെറുക്കനെ കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞതുമില്ല. എങ്കിലും ഞങ്ങളതറിഞ്ഞു. ഈ ആലോചന നടന്നാലും നടന്നില്ലെങ്കിലും സിദ്ധാർത്ഥന് അസുഖക്കാരനാണെന്ന് ഞങ്ങളോട് തുറന്നു പറയണമായിരുന്നു. അത് പറഞ്ഞിട്ട് വേണമായിരുന്നു ആലോചന മുന്നോട്ട് വയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കാൻ ഞാനില്ല. സിദ്ധാർത്ഥന്റെ അസുഖം ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചൊന്നുമല്ല, പറയാൻ വിട്ടുപോയതാ. അതൊന്നും ഒരു ന്യായീകരണമല്ല. അസുഖത്തിന്റെ കാര്യമായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. വേണ്ട, ഇനി അതൊക്കെ പറഞ്ഞൊരു ചർച്ച ഒഴിവാക്കുന്ന നമുക്ക് നല്ലത്. അതെ, ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങളും ഇല്ല. നിങ്ങളേതായാലും ദേവികയെ സിദ്ധുവിനൊപ്പം അയക്കില്ലെന്ന് വ്യക്തമായി.
ഞങ്ങൾക്ക് അനുകൂലമായ മറുപടി ദേവികയും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനം എടുക്കാനുണ്ട്. ഞങ്ങൾക്ക് പ്രാധാന്യം ഋഷിയുടെ ആയുസ്. ജാതകദോഷമുള്ള ഗോപിക അവന്റെ കൂടെ കഴിഞ്ഞ അവന്റെ ആയുസ്സിന് ആപത്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി. അതുകൊണ്ട് ആ ജാതകദോഷത്തിനൊരു പരിഹാര മാർഗവുമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾ അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ നിരസിക്കുക ചെയ്തത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി സ്വീകരിച്ചല്ലേ മതിയാവൂ. ജാതകദോഷം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ട മാർഗം ഇതാണ്. ജാനകി,